നമസ്കാരം. ശ്രീ പി വി അൻവർ MLA, താങ്കൾ ഇപ്പോൾ ഡൽഹിയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം. നമസ്കാരം എസ് കെ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിലൊക്കെ ഇപ്പോൾ എന്തോ താങ്കൾ പറഞ്ഞ ഉടനടി ഇവിടുന്ന് തിരുവനന്തപുരത്ത് വരും. ഓക്കെ. അപ്പോൾ അതായത് ഉടനെ ഇവിടുന്ന് മടങ്ങും. ഉടനെ മടങ്ങുമോ? കേരളത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാർത്ത താങ്കൾ UDF-ലേക്ക് നീങ്ങാനുള്ള സാധ്യത തെളിയുന്നു എന്നാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തോ? അയ്യോ, അങ്ങനെയൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല എസ് കെ. നമ്മൾ DMK ഒരു സോഷ്യൽ മൂവ്മെൻ്റ് ആണല്ലോ. അതിനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റാനുള്ള ചില നീക്കങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പോയ അവസരത്തിൽ അദ്ദേഹം അങ്ങ് മറ്റു ചിലരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് കാരണം അങ്ങേക്കൊരു കൺഫ്യൂഷൻ അനുഭവപ്പെടുന്നുണ്ട് എന്നൊന്നാണ് എന്നെ പോലുള്ള പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് സംശയം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതായത് അങ്ങ് ഡൽഹിയിൽ പോയ യാത്രാമധ്യേ അങ്ങ് ഡൽഹിയിൽ വെച്ചിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഈ രാഷ്ട്രീയ യാത്രയിൽ അങ്ങേക്ക് വരുന്നൊന്ന് സംശയം. എനിക്ക് തോന്നുന്നു അദ്ദേഹമായിട്ടുള്ള ഒരു ഫോൺ ബന്ധം മുറിഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. അല്പനിമിഷങ്ങൾക്കകം PV അൻവർ MLA-യുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കറിയുന്നത് പോലെ തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി എന്നിവരുമായിട്ടൊക്കെ അദ്ദേഹം ചർച്ച നടത്തിയെന്നുള്ള വാർത്ത പ്രചരിക്കുന്ന വേളയിലാണ് PV അൻവർ നമ്മളുമായി തത്സമയം ചേർന്നത്. ഞാൻ സാങ്കേതിക തകരാറ് വന്നാണ്. അതായത് താങ്കൾ ഡൽഹിയിലുള്ള സമയത്ത് സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെയുള്ള കക്ഷികളുമായിട്ടൊക്കെ താങ്കൾ ചർച്ച ചെയ്യുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ വേരുറയ്ക്കാത്ത കക്ഷികളുമായി താങ്കൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള പൊളിറ്റിക്കൽ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ എന്താണാവോ? കൺഫ്യൂഷൻ തീർത്തരാം. അതാണ് കൺഫ്യൂഷൻ ആണ് പ്രശ്നം. അല്ല, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ അങ്ങയുടെ ഭാഗത്തു നിന്ന്? നയം വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല എസ് കെ. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ DMK ഇറ്റ്സ് എ ഓൺലി എ സോഷ്യൽ മൂവ്മെന്റ്. ആ സോഷ്യൽ മൂവ്മെന്റ് ആയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ്, അധികം വൈകാതെ നമ്മൾ വിൽ മേക്ക് ഇറ്റ് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആകുമ്പോൾ സ്റ്റേറ്റിലെ പൊളിറ്റിക്സിനപ്പുറം ഒരു നാഷണൽ പൊളിറ്റിക്സിന്റെ ഭാഗം കൂടി ആവാൻ കഴിയുന്ന രീതിയിലേക്ക് DMK-യിൽ നമ്മളൊരു പൊളിറ്റിക്കലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ SK ആദ്യം സൂചിപ്പിച്ചതുപോലെ ചില നാഷണൽ പാർട്ടിയുടെ ലീഡേഴ്സുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് വസ്തുതയാണ്. KPCC അധ്യക്ഷനുമായി താങ്കൾ കണ്ടിരുന്നോ? അദ്ദേഹം യഥാർത്ഥത്തിൽ താങ്കളുടെ ഒരു കോൺഗ്രസിലേക്കുള്ള താങ്കളുടെ ഒരു പ്രവേശനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അദ്ദേഹം സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, KPCC അധ്യക്ഷൻ എന്ന നിലക്കല്ല ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹം സുധാകരൻ എന്ന് പറയുന്ന, ഞാൻ സുധാകരേട്ട എന്ന് വിളിക്കുന്ന നമ്മുടെ എന്താ പറയുക, ഒരു സ്ട്രോങ് വെൽവിഷർ കം മൈ ബ്രദറാണ്. നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയമൊക്കെ മാറി മറിഞ്ഞപ്പോഴും അദ്ദേഹമായിട്ടുള്ള വ്യക്തിബന്ധത്തിന് എനിക്കൊരു കോട്ടം തട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹവുമായിട്ടും നമ്മൾ അതേ പേഴ്സണൽ റിലേഷൻ അന്നും ഇന്നും. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ പ്രസിഡന്റ് എന്നാണ് വിളിക്കുക. കാരണം അദ്ദേഹത്തെ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന സമയത്ത് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ വാഗ്ദത്ത തൊഴിലെവിടെ എന്ന് ചോദിച്ചിട്ട് നാനാർ ഗവൺമെന്റിനെതിരെ നടത്തിയ 45 ദിവസം നീണ്ടു നിന്ന ആ കാൽനട പ്രചരണ ജാഥയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ എന്ന നിലക്ക് അദ്ദേഹത്തോടൊപ്പം അന്നും ഇന്നും ഞങ്ങളൊക്കെ കരുണാകരൻ്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ നിലക്കുള്ള അദ്ദേഹമായിട്ടുള്ള വ്യക്തിബന്ധം അതിപ്പോഴും ഉണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്നു കേരള ഹൗസിൽ, അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ചായ കുടിച്ചിരുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് മുമ്പും നടന്നിരുന്നതാണ്. കേരള ഹൗസിലെ കഞ്ഞിയും കപ്പയൊക്കെ കഴിച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ സംശയം. അല്ല, രാഷ്ട്രീയം മാത്രം സംസാരിക്കുമെന്നുള്ള ഉറപ്പതല്ലേ SK? രാഷ്ട്രീയക്കാർ കണ്ടാൽ ആദ്യം സംസാരിക്കുക എന്താണ്, രാഷ്ട്രീയമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ.